Jacket by Martha Salnas that we completed. Today we are going to discuss another topic, that is a poem entitled as Poetry by Naftali Ricardo Reyes Basalto. Okay, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ള പാഠഭാഗം നമ്മളെല്ലാം ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. പോയട്രി എന്നുള്ള ഒരു കവിതയാണ് എഴുതിയിട്ടുള്ളത്. നെഫ്റ്റാലി റിക്കാർഡോയാണ്. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ് us start. അപ്പോൾ നമുക്ക് തുടങ്ങാം. Come on, first of all we can familiarize the writer. Naftali Ricardo, 1804 to 1973, was popularly known by his pen name Pablo Neruda, was a Chilean poet, diplomat and politician. 1904 ജനിച്ച നമ്മുടെ നെഫ്റ്റാലി റിക്കാർഡോ റെയ്സ് ബെസാൽറ്റോ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തൂലികനാമമായിട്ടുള്ള പാബ്ലോ നെറൂഡ എന്ന പേരിലായിരുന്നു. അദ്ദേഹം ഒരു ചിലിയൻ കവിയാണ്, ഡിപ്ലോമാറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ, ഒരു നയതന്ത്രജ്ഞനും അതോടൊപ്പം തന്നെ പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരുന്നു. He wrote in a variety of styles and his works include surrealist poems, historical epics, political manifestos and a prose autobiography. പ്രധാന കൃതികൾ ഉൾപ്പെട്ടിരുന്നത് സർലിസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിഭാവുകത്വം നിറഞ്ഞ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും. ഹിസ്റ്റോറിക്കൽ എപ്പിക്സ്, ചരിത്രപരമായിട്ടുള്ള ഇതിഹാസങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള കൃതികളുണ്ടായിരുന്നു, പ്രോസ് ഓട്ടോബയോഗ്രഫി ഒക്കെ ഉണ്ടായിരുന്നു. ഹി ഓഫൺ റോട്ട് ഇൻ ഗ്രീക്ക് ഇങ്ക് വിച്ച് വാസ് ഹിസ് പേഴ്സണൽ സിമ്പിൾ ഫോർ ഡിസയർ ആൻഡ് ഹോപ്പ്. മാത്രമല്ല അദ്ദേഹം പലപ്പോഴും ഗ്രീക്കിൽ എഴുതിയിരുന്നു. ഗ്രീൻ ഇങ്ക്, ഹി റോട്ട് ഇൻ ഗ്രീൻ ഇങ്ക്, അദ്ദേഹം വിച്ച് വാസ് പേഴ്സണൽ സിമ്പിൾ ഫോർ ഡിസയർ ആൻഡ് ഹോപ്പ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും സൂചകമായിട്ടാണ് അദ്ദേഹം അങ്ങനെ മഷി കൊണ്ട് ഉപയോഗിച്ചിരുന്നത്. ഹി വോൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971. 1971 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. സോ ദിസ് പോയം ഈസ് എ ഫ്രീ വേഴ്സ്. ഇതൊരു ഫ്രീ വേഴ്സ് കവിതാ ശകലമാണ്. ഫ്രീ വേഴ്സ് മീൻസ് സ്വതന്ത്രമായിട്ടുള്ള രചനാ ശൈലിയിലുള്ളതാണ് ഈ ഒരു കവിത. ദാറ്റ് മീൻസ് ദർ ഇസ് നോ റൈമിംഗ് പാറ്റേൺസ്, സ്റ്റാൻസ സിസ്റ്റംസ് ആൻഡ് ഓൾ. കൃത്യമായിട്ടുള്ള റൈമിംഗ് പാറ്റേൺ ഇല്ലാത്തതും സ്റ്റാൻസ സിസ്റ്റം ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള കവിതയാണെന്ന് പറയുക നമ്മൾ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. വെച്ചാൽ കൃത്യമായിട്ട് അവിടെ ഒരു അടുക്കും ചിട്ടുമില്ലാത്ത, അവിടെ എവിടെയും പരന്ന് കിടക്കുന്ന രീതിയിൽ ഒക്കെയാണ് ഇതിൻ്റെ ഒരു കവിതയുടെ ഫ്രെയിം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഫ്രീ വേഴ്സ് കവിത എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പം അദ്ദേഹം ഈ കവിതയിൽ പറയുന്നത് ഇൻ ദിസ് പോയം, ഇപ്പോൾ ഈ കവിതയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റിവിറ്റി, ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആ കഴിവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വരച്ച് കാട്ടുകയാണ് ഈ ഒരു കവിതാ ശകലത്തിലൂടെ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇത് വേണമെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കവിതയാണിത് എന്ന് പറയാം. 3 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കവിയാകാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ട് കുറിച്ചിട്ട ആ വരികളുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ചില മാറ്റങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാവനകൾക്ക് എന്ത് സംഭവിച്ചു, പിന്നീട് അവിടെ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ അദ്ദേഹം വരച്ച് കാട്ടുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ പോയട്രി, കവിത. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. It was at that age poetry arrived. ആ ഒരു സമയത്താണ്, ആ ഘട്ടത്തിലായിരുന്നു തന്നിലേക്ക് കവിത വന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച എന്തോ ഒന്ന് അതിൻ്റെ ബാക്കി എന്ന പോലെയാണ് ഈ കവിതയുടെ തുടക്കം. അപ്പോൾ ഈ കവിത അദ്ദേഹം അറിയാതെ വന്നതെന്ന് വെച്ചാൽ കവിയാകാൻ ആഗ്രഹിച്ച ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ, ദാറ്റ് ഏജ് എന്ന് വെച്ചാൽ അവിടെ ആ ഏജ്, ആ ഘട്ടമെന്ന് സൂചിപ്പിക്കുന്നത് കവിയാകാൻ വേണ്ടി ആഗ്രഹിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ്, ആ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നത്. ഇൻ സെർച്ച് ഓഫ് മീ, അത് എന്നെ തേടി വരിക എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തെ പുൽകി,
കവിത അദ്ദേഹത്തെ തേടി വരികയായിരുന്നു. സാധാരണയായിട്ട് കവികൾ കവിതാ ശകലങ്ങളുടെ ഭാവന ലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ് പതിവ്. പക്ഷേ ഇവിടെ കവിയുടെ അടുത്തേക്ക് കവിത അദ്ദേഹത്തെ പുൽകി എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം. അങ്ങനെ വന്ന ആ കവിതാ ശകലങ്ങൾ, കവിതകളുടെ വരികൾ, ആ ഭാവനയിൽ നിന്ന് വന്ന വരികൾ അദ്ദേഹത്തിന് അറിയില്ല അവിടെ എവിടെ നിന്നാണ് വന്നത്. ഫ്രം വിൻറ്റർ ഓർ റിവർ, അത് ശൈത്യകാലത്ത് നിന്നാണോ അതോ നദിയിൽ നിന്നാണോ വന്നത്, അത് എവിടെ നിന്നാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വന്നത് എങ്ങനെയാണ്, അത് എപ്പോഴാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ വിൻറ്റർ ഓർ എ റിവർ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു കോൺട്രാസ്റ്റാണ്, ഒരു പശ്ചാത്തലമാണ്. ഫ്ലോയിങ്, ഫ്രോസൺ, സ്റ്റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിവൺ എന്ന് വെച്ചാൽ ഒരു ഒഴുകുന്ന നദിയുടെ അതിലേക്കും, അതോടൊപ്പം തന്നെ വിൻ്റർ എന്ന് പറയുന്നത് ശൈത്യകാലത്തെ എന്ന് വെച്ചാൽ ഫ്രോസൺ മരവിച്ച് കിടക്കുന്ന ഒരു ഘട്ടത്തെയും അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് എവിടെ നിന്നാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. നോ, ദേ വർ നോട്ട് വോയിസസ്, ദേ വർ നോട്ട് വേർഡ്സ് നോർ സൈലൻസ്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്തല്ല, അറിവില്ലായ്മയിൽ നിന്ന് വന്നതാണ് ആ വാക്കുകൾ, ആ ശബ്ദങ്ങൾ, വാക്കുകൾ, അത് വന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ്. വേർഡ്സ് ഓർ നോട്ട് സൈലൻസ്, ആ വാക്കുകൾ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക നിശബ്ദയിൽ നിന്നാവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നോ, നോട്ട് വോയിസ്, വേർ നോട്ട് എന്ന് കാണാം, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. ഇത് അലിട്രേഷൻ ഉദാഹരണമാണ്. നോ, നോട്ട്, നോട്ട് എന്നുള്ളത് ശബ്ദങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അലിട്രേഷന് ഉദാഹരണമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ശിഖരങ്ങളിൽ നിന്ന്, കൊമ്പുകളിൽ നിന്നോ ഒരു രക്ഷ വന്നതാവാം. തെരുവിൽ നിന്നോ അല്ലെങ്കിൽ രാത്രിയുടെ ശിഖരങ്ങളിൽ നിന്നോ, രാത്രിയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ നിന്നോ ഒക്കെ ആവാം, രാത്രി കാലങ്ങളിൽ നിന്നൊക്കെ ആവാം ഇത് വന്നിട്ടുണ്ടാവാം. അബ്രപ്റ്റ്ലി ഫ്രം ദ അതേഴ്സ്, തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ള അവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ. ഇത്തരത്തിലാണ് തന്നിലേക്ക് കവിത വന്നത് എന്ന് കവി ഓർമ്മിക്കണം. എമംഗ് വയലന്റ് ഫയേഴ്സ്, അദ്ദേഹത്തിലേക്ക് വന്ന വരികളിൽ പ്രക്ഷോഭങ്ങളുണ്ട്, തീജ്വാലകളുണ്ട്. എന്നാൽ തീജ്വാല എന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ ഭാവനയുടെ പുതിയ പ്രതീക്ഷകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഓർ റിട്ടേണിങ് ലോൺ, അങ്ങനെ പ്രതീക്ഷയുടെ പുതിയ ഭാവനകളുടെ ആ ജ്വാല അത് തൻ്റെ അടുത്തേക്ക് തന്നെ സ്വയം അത് തിരിച്ചു വരികയും ചെയ്യുന്നു, അല്ലേ? സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ സ്വയം തിരിച്ചു വരികയും ചെയ്യുന്നു. ദർ വാസ് എ വിത്തൗട്ട് ഫേസ്, തീർച്ചയായിട്ടും അങ്ങനെ ഏകാന്തരായിട്ട് പ്രതീക്ഷകളുടെ ആ ഒരു ലോകത്തേക്ക് താൻ വരുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് ദർ വാസ് വിത്തൗട്ട് എ ഫേസ്, ആ കാലഘട്ടത്തിൽ ഞാനൊരു അറിയപ്പെടാത്ത വ്യക്തിയായിരുന്നു, മുഖമായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് സാരം. ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ, അത് തീർച്ചയായിട്ടും തന്നെ തൊട്ടറിഞ്ഞു. കവിത തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ അത് തൊട്ടറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് സാരം. അപ്പോൾ ഇവിടെ കവിത അദ്ദേഹത്തെ തൊട്ടു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഈ ഒരു പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. ടച്ച്ഡ് മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പേഴ്സോണിഫിക്കേഷന് ഉദാഹരണമാണ്, മനുഷ്യത്വാരോപണം. എന്ന് വെച്ചാൽ കവിത അദ്ദേഹത്തെ സ്പർശിച്ചു, ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത വരിയിൽ അദ്ദേഹത്തിന് അങ്ങനെ വന്നപ്പോൾ, കവിത അദ്ദേഹത്തെ സ്പർശിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത്, അതാണ് ഇനി വരാൻ പോകുന്നത്. നോക്കാം. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു സേ മൈ മൗത്ത്, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ നിശബ്ദയിൽ നിന്നാണോ അല്ലെങ്കിൽ ആംഗ്യഭാഷയിൽ നിന്നാണോ? സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗ്യഭാഷ, ആംഗ്യത്തിലൂടെയാണോ വാക്കുകളിലൂടെയാണോ എവിടെ നിന്നാണ് വന്നത്, ശബ്ദങ്ങളിൽ നിന്നാണോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അറിവില്ലായ്മ നിന്ന് വന്ന കുറച്ച് ശകലങ്ങളാണ്, വരികളാണിത്. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ്, പക്ഷേ തെരുവിൽ നിന്ന് ആരോ വിളിക്കപ്പെട്ടതായിരുന്നു, അല്ലേ? സമ്മൺഡ് മീൻസ് ആരോ വിളിക്കപ്പെട്ടതായിരുന്നു. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, രാത്രിയുടെ ഈ ഒരു ബ്രാഞ്ച് അഥവാ എന്ന് വെച്ചാൽ എനിക്കൊന്നും തന്നെ അറിയില്ല, ഒന്നും പറയാൻ പോലും വാക്കുകൾ, പദങ്ങൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല. മൗത്ത്, വാക്കുകൾ കിട്ടുന്നില്ല, എന്ത് പറയണമെന്നറിയില്ല. മൈ ഐസ് വേർ ബ്ലൈൻഡ്, അങ്ങനെ പറയാനോ എൻ്റെ വാക്കുകളോ പേരുകളോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ കണ്ണുകൾ അന്ധമായ പോലെ. സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, മാത്രമല്ല എൻ്റെ ആത്മാവിൽ എന്തോ ചില മാറ്റങ്ങൾ വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഫെവർ ഓർ ഫോർഗോട്ടൻ വിങ്സ്, ഫിവർ മീൻസ് പനി, ചൂട് എന്ന് വെച്ചാൽ ഫയർ ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിതയുടെ ആ ഒരു പ്രചോദനം അദ്ദേഹം പോലും അറിയാതെ
ചില വികാരങ്ങൾക്ക് ചിറക് മുളച്ചു തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ താൻ പോലും അറിയാതെ അബോധാവസ്ഥ നിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ ആ ഒരു ഭാവനയ്ക്ക് പുതിയ ചിറകുകൾ മുളച്ച് പുതിയ ഭാവനകളും പുതിയ ചിന്തകളും കടന്നു വരികയാണ്. അങ്ങനെ പുതിയ ഭാവനയുടെ ചിറകുകൾ അദ്ദേഹം പറന്നു പോവുകയാണ്. പുതിയ ഒരു പ്രതീക്ഷയുടെ, പുതിയ ഒരു ഭാവനയുടെ ഒരു ലോകത്തേക്ക്, കവിതയുടെ ലോകത്തേക്ക് അദ്ദേഹം പോവുകയാണ്. ആൻഡ് ഐ മേഡ് മൈ ഓൺ വേ ഡെസിഫറിങ് ആഴത്തിൽ പരിശോധിക്കുക. ഓക്കെ, ആൻഡ് മേഡ് മൈ ഓൺ വേ, എൻ്റെ സ്വന്തം രീതിയിൽ കവിത എഴുതാനുള്ള എൻ്റെ ഒരു ആവേശത്തിൻ്റെ ആ ഒരു ജ്വാല അല്ലേ. അതിനുശേഷം കവിത പറയാണ് ആൻഡ് മേഡ് മൈ ഓൺ വേ, എൻ്റെ സ്വന്തം വഴിയിൽ താഴെ. അങ്ങനെയുള്ള ആ ഒരു കവിത എഴുതാനുള്ള എൻ്റെ ആ ഒരു ആവേശത്തിൻ്റെ ഒരു ജ്വാല എൻ്റെ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ അത് എഴുത്തിൻ്റെ ലോകത്തേക്ക് അത് ആഴ്ന്നിറങ്ങി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കവിത എഴുതാൻ, നല്ല രീതിയിൽ കവിത എഴുതാൻ പറ്റിയെന്ന് സാരം. നല്ല രീതിയിൽ അദ്ദേഹം കവിത എഴുതി, ചിന്തകൾ വന്നു. തുടക്കമൊക്കെ എങ്ങനെയാണെങ്കിൽ പോലും പിന്നീട് വരികൾ മാത്രമാണ് ജസ്റ്റ് എഴുതിയിരുന്നത്. പിന്നീട് അതിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ. അങ്ങനെ കടന്നു വന്ന ശേഷം അദ്ദേഹം അതിലെ ആദ്യത്തെ വരി എഴുതി. ഫെയിൻറ്റ് ലൈൻ, ദുർബലമായ അവ്യക്തമായിട്ടുള്ള വരി അദ്ദേഹം കുറിച്ചിട്ടു. ഫെയിൻറ്റ് വിത്തൗട്ട് സബ്സ്റ്റാൻസ്, പ്യൂർ, തീർച്ചയായിട്ടും യാതൊരുതരത്തിലുള്ള അർത്ഥമോ കഴമ്പോ ഇല്ലാത്ത അവ്യക്തമായിട്ടുള്ള ചില വരികൾ, ശുദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങൾ നിറഞ്ഞ, വിഡ്ഢിത്തരങ്ങൾ നിറഞ്ഞ വരികൾ ഞാൻ കുറിച്ചു വെച്ചു. പ്യൂർ വിസ്ഡം, തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ടുള്ള ചില വരികൾ. ഓഫ് സം വൺ ഹൂ നോസ് നത്തിങ്, ചില ആളുകൾക്ക് അതൊന്നും തന്നെ അറിയില്ല. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ്, പെട്ടെന്നാണ് മറ്റു ചില മാറ്റങ്ങൾ ഞാൻ കണ്ടത്. സഡൻലി, പെട്ടെന്ന് ഞാൻ കണ്ടു ദ ഹെവൻസ് ആൻഡ് ഫാസ്റ്റൻഡ് ആൻഡ് ഓപ്പൺ പ്ലാനറ്റ്സ്. ഇത്തരത്തിൽ മിഴി തുറന്നു വന്നു ആകാശത്തിലെ ഗോളങ്ങൾ, ആകാശത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും എന്നിലേക്ക് മിഴി തുറന്നു വന്നു. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, ഷാഡോ പെർഫറേറ്റഡ്, പാൽപിറ്റേറ്റിംഗ്, ഇളകിയാടുന്ന പ്ലാന്റേഷൻസ്, കുത്തക രാജ്യങ്ങൾ, കോളനി വൽക്കരിക്കുന്ന, പാൽപേറ്റിംഗ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കുത്തക രാജ്യങ്ങൾക്കെതിരെ കോളനിക്കാരുടെ ഒരു പ്രതികരണം. അതൊരു പക്ഷേ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങളാവാം, സമരങ്ങളാവാം. പത്തരത്തിലെന്ന പോലെ ഇവിടെ ഇളകിയാടുന്ന ഈയൊരു ആ വരികൾ വിശാലമായി തുറന്നു വന്നു ആ ഒരു ലോകത്തേക്ക്. പെർഫറേറ്റഡ് റിഡിൽഡ് വിത്ത് ആരോസ്, അങ്ങനെ അത് തുറന്നു വന്നയുള്ള ആ ഒരു താഴെയുള്ള റിഡിൽഡ്, ദ്വാരമുണ്ടാക്കി, വിത്ത് ആരോസ്, ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, ദ വെൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്. ഇത്തരത്തിൽ അമ്പുമുനകൾ കൊണ്ട് തുളവീണ പോലെയുള്ള ഈ ഒരു നിഴൽപ്പാടുകൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അടുത്ത് വീശുന്ന സമാധാനത്തിൻ്റെ പൂക്കൾ, അക്രമാസക്തമായ രീതിയിൽ പോരാട്ടത്തിൻ്റെ ആ ഒരു വിൻഡിങ്, കാറ്റ് കൊടുങ്കാറ്റ് വീശിയ പോലെ, മതിന്മറന്ന് പോലെ കാറ്റ് കൊടുങ്കാറ്റ് വീശിയതുപോലെ സമാധാനത്തിൻ്റെ പൂക്കൾ, പോരാട്ടങ്ങൾ, സമരങ്ങൾ വളരെ നിസ്സാരമായ രീതിയിൽ അല്ലേ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കാറ്റിൻ്റെ ആ ഒരു വേഗതയിൽ ഉലഞ്ഞാടി. ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീയിങ് ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വൈറ്റ്. ഇത്തരത്തിൽ ഞാനൊരു വ്യക്തി വിശാലമായിട്ട് തന്നെയുള്ള നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ഉന്നതമായിട്ടുള്ള ആ ഒരു ആകാശത്തിൻ്റെ ഭംഗിയിൽ ഞാനിങ്ങനെ ആകൃഷ്ടനായി നിൽക്കുകയാണ്. ലൈക്നെസ്, ഇമേജ് ഓഫ് മിസ്റ്ററി. ഞാൻ ആ സമയത്ത് ആ അജ്ഞത എന്ന ആ ഒരു നിഗൂഢമായിട്ടുള്ള ആ ഒരു പ്രതീകത്തിൻ്റെ ആ ഒരു തുല്യമായിട്ടുള്ള ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു. പ്രപഞ്ചത്തിൻ്റെ വസ്തുതകൾക്കുള്ള താരതമ്യപ്പെടുത്തലിനെ ഇവിടെ സൂചിപ്പിക്കുന്നു. തുല്യമായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു നിഗൂഢതയുടെ പ്രതീകമെന്ന രീതിയിൽ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ഓക്കെ, ഫെൽറ്റ് മൈ സെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദ ആബിസ്. അങ്ങനെ ഇത്തരത്തിൽ കവിയുടെ ഭാവന മുകളിൽ ആകാശം തൊട്ട് താഴെ പാതാളത്തിൻ്റെ അടിത്തട്ടു വരെ ഒക്കെ അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞു. വെച്ചാൽ അതുവരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതുണ്ട് എന്ന് വെച്ചാൽ മോൾ ആകാശത്തിൽ വിശാലമാണ്, ആകാശത്തിൻ്റെയും പാതാളത്തിൻ്റെയും അപ്പുറത്ത് വേറൊന്നുമില്ല. അപ്പം അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം. ഓക്കെ, അടിത്തട്ട് വരെയുള്ള കാര്യങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഭാവന സഞ്ചരിക്കാൻ തുടങ്ങി. ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്, മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. അങ്ങനെ പാതാളത്തിൻ്റെ എത്രത്തോളം അടിത്തട്ടിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെ വീൽഡ്, സഞ്ചരിച്ചു. ഞാൻ നക്ഷത്രങ്ങളോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ലൂസ്, അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആ കാറ്റിൻ്റെ വേഗതയിൽ ഇങ്ങനെ പറന്നു പോയപ്പോൾ ആ സമയത്ത് കാറ്റിൻ്റെ
ആ വേഗത പറന്നപ്പോൾ കെട്ടുകളിൽ നിന്ന് എനിക്കിങ്ങനെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയതുപോലെ എന്നുവെച്ചാൽ എൻ്റെ മനസ്സപ്പോൾ ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു. ആ ശൂന്യമായ ആ മനസ്സിൽ നിന്നും കുറേശ്ശെ എനിക്ക് കവിതകളുടെ ആ ഒരു ശകലങ്ങൾ വരികൾ എഴുതാനുമുള്ള ഒരു പ്രചോദനവും അതോടൊപ്പം തന്നെ എഴുതാനുള്ള ഒരു പ്രാപ്തിയും എന്നിലേക്ക് കടന്നു വരികയാണ്. എല്ലാ ബന്ധനങ്ങളും അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും ഒക്കെ ആ ഒരു കെട്ടുകൾ ബന്ധനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടി. I think all of you got the idea about this poem. Now we can go through the textual questions. Do you think the speaker in the poem earnestly wishes to be a poet? Which line says so? കവി യഥാർത്ഥത്തിൽ കവിയാവാൻ ആഗ്രഹിച്ചിരുന്നോ? ഏത് വരെയാണത് സൂചിപ്പിക്കുന്നത്? നോ, ഹി ഡസൻറ്റ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. യഥാർത്ഥത്തിൽ അദ്ദേഹം ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിലേക്ക് കവിത ആലിംഗനം ചെയ്യുകയായിരുന്നു, അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ പോയട്രി അറൈവ്ഡ്? പോയട്രി അറൈവ്ഡ് എന്നുള്ള പ്രയോഗത്തിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്, എന്താണ്? ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ പോയട്രി അറൈവ്ഡ് ഈസ് പേഴ്സണിഫിക്കേഷൻ. പോയട്രി ലൈക്സ് എ പേഴ്സൺ കംസ് ലുക്കിംഗ് ഫോർ ഹിം. ഇപ്പോൾ ഒരു കവിത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെ, ഒരു വ്യക്തിയെ പോലെയാണ്. അത് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തേർഡ് വൺ, വിൻ്റർ ഈസ് എ സീസൺ വെൻ എവറിത്തിങ് സീംസ് ഫ്രോസൺ ആൻഡ് ലൈഫ്ലെസ് whereas the river represents the flow of life. Find out a similar expression of contrast from the poem. ഇപ്പോൾ വിൻ്റർ സീസണും അതുപോലെ തന്നെ എല്ലാം ഇവിടെ ലൈഫ്ലെസ്, ജീവിതമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രോസൺ ജീവനില്ലാത്തവയും ഇവിടെ പുഴ എന്ന് പറയുന്നത് പ്രതിനിധീകരിക്കുന്നത് ജീവിതത്തിൻ്റെ ഒഴുക്കിനെയും സൂചിപ്പിക്കുന്നു. ഫൈൻഡ് ഔട്ട് സിമിലർ എക്സ്പ്രഷൻ ഓഫ് കോൺട്രാസ്റ്റ് ഫ്രം ദ പോയം. അപ്പോൾ ഇത് ഒരു കോൺട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ കോൺട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വേറെ പ്രയോഗങ്ങൾ ഏതാണ്? ദേ വേർ നോട്ട് വേർഡ്സ് നോർ സൈലൻസ്. വാക്കുകളല്ല, നിശബ്ദമായിരുന്നു. ചില ആംഗ്യങ്ങളോ നിശബ്ദമോ വാക്കുകളോ ആയിരുന്നു എന്നുള്ള രൂപത്തിൽ പ്രയോഗിക്കുന്നത് ഒരു കോൺട്രാസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, വാട്ട് വാസ് ദ പോയറ്റ്സ് കണ്ടീഷൻ ബിഫോർ പോയട്രി അറൈവ്ഡ്? കവിത അദ്ദേഹം വരുന്ന സമയത്ത് മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? ഹി വാസ് വിത്തൗട്ട് എ ഫേസ്. അദ്ദേഹത്തിന് മുഖമുണ്ടായതെന്ന് വെച്ചാൽ അറിയപ്പെടാത്ത വ്യക്തിയായിരുന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഹിസ് മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. ഹിസ് ഐസ് വേർ ബ്ലൈൻഡ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്ധമായിരുന്നു. എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ഫിഫ്ത്ത് വൺ, വാട്ട് ഹാപ്പൻ ടു ദ പോയറ്റ് വെൻ പോയട്രി അറൈവ്ഡ്? കവിത വന്നപ്പോൾ അദ്ദേഹത്തിലുണ്ടായ മാറ്റം എന്തായിരുന്നു? സം ഫയർ സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ. ഹി റിമെമ്പേർഡ് ഹിസ് ഫോർഗോട്ടൺ വിങ്സ്. ഹി മേഡ് ഹിസ് ഓൺ വേ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫയർ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആത്മാവിലേക്ക് എന്ന പോലെ അല്ലേ എന്തായിരുന്നു? കവിത അദ്ദേഹത്തിലേക്ക് വരികയായിരുന്നു. ചിറകുകൾ ഇട്ട് പറന്നു, അതെല്ലാം ഓർക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നു. അതിൻ്റെ ആത്മാവിൽ അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അദ്ദേഹം കവിത എഴുതാനുള്ള ഒരു ആവേശം, ആ ജ്വാല, ഒരു ഫയർ, തീ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. സിക്സ്ത് വൺ, ഹൗ ഡിഡ് ദ പോയറ്റ് ഷോ ദാറ്റ് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് പോയട്രി ഹിസ് ഇമാജിനേഷൻ ന്യൂ നോ ബൗണ്ട്സ്? അപ്പോൾ കവിത വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവനയ്ക്ക് യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ലായിരുന്നു. അതെങ്ങനെയാണ് ഇവിടെ കവി കാണിക്കുന്നത്? The poet showed that after the arrival of poetry his imagination knew no bounds by saying he has remembered his forgotten wings. അദ്ദേഹത്തിന് മുളച്ചു, ആ ഒരു ഭാവനയുടെ ചിറകുകൾ മുളച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഏത് വരിയാണ് ഇത് സൂചിപ്പിക്കുന്നത്? Then the wings of imagination can take him anywhere as imagination has no bounds. അപ്പോൾ തീർച്ചയായിട്ടും മറ്റത്തെ വലിയ ചിറകുകൾ, അതായത് ഭാവനയുടെ ചിറകുകൾ അദ്ദേഹത്തിന് മുളച്ചു. അങ്ങനെ അതിനുശേഷം അതിരുകളില്ലാത്ത ഒരു ഭാവനയുടെ ലോകത്തേക്ക് അദ്ദേഹം കടക്കുന്നു എന്ന് പറയുന്നു. ദെൻ സെവൻത്ത് വൺ, പോയറ്റിക് ഇൻറ്റ്യൂഷൻ ഈസ് ലൈക്ക് സീയിങ് വിത്തൗട്ട് ഐസ്. വിച്ച് ലൈൻ സേസ് സോ? പോയറ്റിക് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് കണ്ണുകളില്ലാത്തത് പോലെയാണ്, അന്ധമായിട്ടുള്ള കണ്ണിനെ പോലെയാണ്. അതിനെ സൂചിപ്പിക്കുന്ന വരി ഇതിലേതാണ്? മൈ ഐസ് വേർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. ദാറ്റ് ഈസ് ദ സെവൻത്ത് വൺ. നെക്സ്റ്റ് വൺ, 8, വാട്ട് ഡസ് ഫിവർ ഓർ ഫോർഗോട്ടൺ വിങ്സ് ഇൻഡിക്കേറ്റ്? ഇവിടെ ഫിവർ അല്ലെങ്കിൽ ഫോർഗോട്ടൺ വിങ്സ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇൻഡിക്കേറ്റ്സ് ദ ഫ്ലഡ്സ് ഓഫ് ഐഡിയ ദാറ്റ് സർജ് ത്രൂ മൈൻഡ്. ദ വിങ്സ് ഓഫ് ഇമാജിനേഷൻ ആർ ടേക്കിംഗ് ഹിം ടു പ്ലേസസ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന ആശയത്തിൻ്റെ ആ ഒരു
പ്രവാഹത്തെയാണത് സൂചിപ്പിക്കുന്നത്, സങ്കല്പത്തെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയാണത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 9th one, how does the vast, infinite and complex universe unfold itself before the poet in the poem? എങ്ങനെയാണ് വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഒരിക്കലും കാണാത്ത, മുമ്പ് കവി കാണാത്ത വിശാലമായ ആ ലോകത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്, പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത്? Suddenly he saw the heavens opening up, he saw the planets and palpitating plantations, he saw perforated shadows riddled with arrows, fire and flowers and the winding night, in fact the universe itself. പെട്ടെന്ന് അദ്ദേഹം കാണുകയാണ് ആ ഒരു ലോകം സ്വർഗ്ഗലോകത്ത് നിന്ന് പോലെ, ആ സ്വർഗ്ഗലോകം തുറക്കുകയാണ്. അവിടെ അദ്ദേഹം കാണുന്നുണ്ട് പ്ലാനറ്റ്സ്, മാത്രമല്ല പാൽപിറ്റേറ്റിംഗ്, അല്ലേ? പാൽപിറ്റേറ്റിംഗ് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു പാൽപിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ ഇളകിയാടുന്ന പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ലോകം അദ്ദേഹത്തിലേക്ക് വരുന്നതും, വിശാലമായിട്ടുള്ള ഒരു ബുമനകൾ കൊണ്ട് തുളവീണ പോലെയുള്ള ഒരു നിഴൽപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. മരത്തിൻ്റെ നിഴലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യകിരണങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, തുളുണ്ടാക്കി അവിടെ പ്രകാശം വിതറുന്നതുപോലെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഫ്ലോ അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ, then 10th one, what do you think is referred to as fire and flowers? Fire, flowers ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. Fire stands for the sun and flowers stand for the stars. ഇവിടെ ഫയർ സൂചിപ്പിക്കുന്നത് സൂര്യനാണ്, അല്ലെങ്കിൽ തീജ്വാലയാണ്. പൂക്കൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നക്ഷത്രങ്ങളുമാണ്. ഫിഗറേറ്റീവ്ലി ഫയർ ക്യാൻ മീൻ ദ ഇമാജിനേറ്റീവ് പവർ ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവനയിലേക്ക് കടന്നു വരുന്ന സങ്കല്പങ്ങളെ, ഭാവനയെയാണ് ഇവിടെ ഫയർ എന്ന് പറയുന്നത്. ആ തീക്ഷ്ണമായ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ലോകത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫ്ലവേഴ്സ് ക്യാൻ മീൻ ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ദാറ്റ് ബ്ലൂം ദർ. അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകളും ആശയങ്ങളുമാണ് ഇവിടെ പൂക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 11th one, I wheeled with the stars. What does the poet mean by this? നക്ഷത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? It means his fancy traveled everywhere. He could go to any place he wanted. There were no limits to his fancy. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിർവരമ്പുകളില്ലായിരുന്നു. കവിതയുടെ ഭാവന ലോകത്തേക്ക് അദ്ദേഹം എവിടേക്കും ഇഷ്ടാനുസരണം സഞ്ചരിക്കാമായിരുന്നു. അത്രമാത്രം അനുഭവങ്ങളും ചിന്തകളും ആശയങ്ങളും ഭാവനയും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ്. 12th, how does the poet express his delight of writing the first line of poetry? അദ്ദേഹത്തിൻ്റെ കവിതയുടെ ആദ്യത്തെ വരി എഴുതാൻ എങ്ങനെയാണ് അദ്ദേഹം എഴുതി ആരംഭിച്ചത്? He says the line was faint, it was pure nonsense and at the same time pure wisdom. It was the wisdom of someone who knows nothing and therefore it can be original and challenging. Now he was writing with stars with his heart loose on the wind. അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം അദ്ദേഹം കുറച്ച് വരികൾ അത് വിഡ്ഢിത്തരം നിറഞ്ഞതായിരുന്നു, അവ്യക്തമായതായിരുന്നു. തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ മനസ്സിൽ ഇട്ട ലളിതമായിട്ടുള്ള, മനസ്സിൽ വിരിഞ്ഞ ചെറിയ ലളിതമായിട്ടുള്ള വരികളായിരുന്നു. പിന്നീടത് വിവേകത്തിൻ്റെ വലിയ ആ ഒരു അടിത്തട്ടിലേക്ക് എന്ന് വെച്ചാൽ അത്രയും ആഴമേറിയ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാവന ലോകത്തേക്ക് കടന്നപ്പോൾ ഒരു തന്മയത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് കിട്ടി എന്ന് വെച്ചാൽ അദ്ദേഹം മുളച്ചു വന്നതോട് കൂടിയിട്ട് ഭാവനയുടെ പുതിയ ലോകത്തേക്ക് അദ്ദേഹം കടക്കുകയാണ്. Next one, what is the theme of the poem? The theme of the poem is how the writer became a poet. അപ്പോൾ ഇവിടെ ഒരു കവി എങ്ങനെയാണ് കവി ആവുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഈ കവിതകളിലൂടെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആശയം. Next one, what are the expressions used by the poet to show the inspired moments? കവി വെച്ചിരിക്കുന്ന ഓരോ എക്സ്പ്രഷൻസും ഇവിടെ ഓരോ ഇൻസ്പിറേഷൻ മൊമെൻറ്റ്സ് ആയിട്ട്, നിമിഷങ്ങളായിട്ട് മാറുന്നത്. The expressions used by the poet to show the inspired moments are, okay, that is, poetry arrived in search of me, then something started in my soul, suddenly I saw the heavens unfastened and open, then I wheeled with the stars, my heart broke loose on the wind. ഇതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോം? എന്താണ് ഈ കവിതയുടെ ധ്വനി? ചൂസ് ആൻഡ് ടിക്ക് ദ റെലവൻറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓപ്ഷനുകളിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുത്തെഴുതുക. cheerful സന്തോഷം, സർക്കാസ്റ്റിക്, എക്സ്റ്റാറ്റിക്, മെലങ്കളിക്. ആൻസർ ഈസ് എക്സ്റ്റാറ്റിക്. പ്രതിധ്വനിക്കുന്നത് എക്സ്റ്റാറ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ്സ് റിവിസിറ്റ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി നമ്പർ 1, സി the poem is an example of free verse and does not have end rhymes.
The poet has made use of instances of alliteration to give rhythm to the poem. അപ്പോൾ ഇവിടെ ഫ്രീ വേഴ്സ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഇവിടെ റൈമിംഗ് സ്കീംസ്, റൈമിംഗ് പാറ്റേൺ ഇല്ല. മാത്രമല്ല അത്തരത്തിലുള്ളൊരു താളം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം അലിട്രേഷൻസിന് ചില ഉദാഹരണങ്ങൾ തൻ്റെ കവിതയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. Then what is the thing? Underline the initial sounds repeated in the given lines. Something started in my soul. Okay. അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് സംതിങ് ആൻഡ് സ്റ്റാർട്ടഡ് ശബ്ദങ്ങൾ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം ഒന്ന് കാണാം. അപ്പോൾ അത് അലിട്രേഷൻ ഉദാഹരണമാണ്. ഐഡൻറ്റിഫൈ സിമിലർ ലൈൻസ് ഹാവിങ് അലിട്രേഷൻസ്. ഇത്തരത്തിൽ അലിട്രേഷൻ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്ന് എടുത്തെഴുതുക. ഓക്കെ. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് I was summoned, then street. There I was without a face, was without, ശബ്ദം. Planets palpitating, plantations, shadows perforated. ഇപ്പോൾ ഇവിടെ കാണാം പ്ലാനറ്റ്സ്, plantation, palpitating, plantations, perforated. അവിടെയൊക്കെ ശബ്ദം ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, that is alliteration. Second one, 2. Good poetry can paint a vivid portrait of scene or an emotion with words. നല്ലൊരു തീർച്ചയായിട്ടും അവിടെ വിശാലമായിട്ടുള്ള ഒരു ചിത്രം വാക്കുകളുടെ രൂപത്തിലും അവിടെ വരുത്താൻ. നെരൂഡ യൂസസ് മെനി ഇമേജസ് ഇൻ ദിസ് പോയം. ധാരാളം പ്രതീകങ്ങൾ കവിതയിൽ കവി ഉപയോഗിച്ചിട്ടുണ്ട്. റീഡ് ദ പോയം ആൻഡ് ഐഡൻറ്റിഫൈ ദ ഇമേജസ് യൂസ്ഡ് ഇൻ ഇറ്റ്. ഇപ്പോൾ ഈ കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുക. Complete the following word web, selecting appropriate images from the poem. Words used to create pictures are called images. കവി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, പ്രതീകങ്ങൾ, എക്സ്പ്രഷൻസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയോ കേൾക്കാൻ പറ്റുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഇത് പ്രതീകങ്ങൾ എന്ന് പറയുന്നത്. ഇമേജറി ഈസ് യൂസ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ടു ക്രിയേറ്റ് എ പിക്ചർ ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. പാരമ്പരികമായിട്ട് ഭാഷയിലൂടെ ആളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ് പ്രതീകങ്ങളായിട്ട് പറയുന്നത്. വിഷ്വൽ, ഓഡിറ്ററി, ടാക്റ്റൈൽ എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഇവിടെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ചില ഇമേജസ് ആണ്. ഒന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇമേജസ് ഏതാണ്? വിങ്സ്, ചിറകുകൾ. നെക്സ്റ്റ് വൺ പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, പെർഫറേറ്റഡ് ഷാഡോ, ദെൻ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, സ്റ്റാറി വോയിഡ്, ഹെവൻ അൺഫാസ്റ്റൻ, then violent fire. ഒക്കെ ഉദാഹരണമാണ്. 3. Following is the review of the poem written by one of the students in class 10. Some parts of it are missing. Supply suitable words from those given in brackets below. അതുപോലെ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി എഴുതിയിട്ടുള്ള റിവ്യൂ ആണ്. ആ റിവ്യൂവിൽ ചില ഭാഗങ്ങൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. ഭാഗത്ത് ഉചിതമായത് ചേർത്ത് എഴുതുക. ഓക്കെ, നോക്കാം. പാബ്ലോ നെരൂഡാസ് poem titled Poetry is taken from the poet's collection of dash poems which appeared under the title Isla Negra, the name of his place of residence in Chile. ഇപ്പോൾ ഇവിടെ ഇട്ടഭാഗത്ത് ചേർത്തത് വേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാറി വോയിഡ്, deciphering the fire, autobiographical, palpitating winter, wailing a river, forgotten wings, branches of night, perforated. ഇപ്പോൾ ഇതിലേതാണ്? This is a autobiographical poems. Next one, poetry is the inner evolution of a poet in the making. It is as abrupt and unexpected as if summoned by a mysterious poet whose origins are unknown. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള കവിതകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത വിളിക്കപ്പെടുന്ന ചില നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേർ ഡസ് ഇറ്റ് കം ഫ്രം, ഇതെവിടെ നിന്നാണ് വന്നത് എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല. ദ പോയറ്റ് ഡസൻറ്റ് നോ വേർ ഇറ്റ് ഈസ് ഫ്രം ഡാഷ് ഓർ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എവിടെ നിന്നാണ് വന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം വേണ്ടത് വിൻ്റർ, ദെൻ എ റിവർ. ഓക്കെ, അവിടെ ഓപ്ഷൻസ് ഫ്രം എ വിൻ്റർ ഓർ എ റിവർ എന്നാണ് വേണ്ടത്. പെർഹാപ്സ് ഇറ്റ് കെയിം ഫ്രം ദ ഡാഷ് വിച്ച് സിംബലൈസസ് ഒബ്സ്ക്യൂരിറ്റി ആൻഡ് മിസ്റ്ററി. അപ്പോൾ അവിടെ ഡി എന്ന് പറയേണ്ടത് എന്താണ്? കെ, ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റാറി വോയിഡ് വിച്ച് സിംബലൈസസ്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് വിച്ച് സിംബലൈസസ് ഒബ്സ്ക്യൂരിറ്റി ആൻഡ് മിസ്റ്ററി. ഓക്കെ, ദ പോയറ്റ് ഈസ് ട്രൈയിങ് ടു എക്സ്പ്രസ് ദ ഇൻഎക്സ്പ്രസിബിൾ. ഇറ്റ് ഈസ് ലൈക്ക് ഡാഷ്, ദ ഫയർ ഈസ് ആൻ ഇന്നർ ഫയർ. ഈ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് deciphering
the fire, deciphering the fire. The fire is an inner fire, the fire of poetic inspiration. Similar images occur at many places in the poem. It is something that started in his soul like dash is forgotten wings. His soul like forgotten wings. Wings also stand for the same inspired state of mind when the poet will be able to take a flight of imagination. When he started to write, the first line seemed pure nonsense. Then the poet saw the dash, plantations and dash shadows. That is, the poet saw the palpitating plantations and perforated shadows. In Keats's poem Ode to a Nightingale, we come across a similar expression, viewless wings of poesy. Through creativity, the poet experiences a kind of inner expansion which discloses the vast expanse of the universe before his inner eyes. It is like being drunk with the dash or dash with the stars, with the starry world or wailing with the stars. I think all of you got the idea about this activities and textual questions and all. The coming day we can discuss another topic. Okay, have a nice day. Thank you.